നമുക്ക് സ്റ്റവ് കത്തിച്ച് പാൻ വെക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വരുന്നുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന നെയ്യിൽ നിന്ന് കൊച്ചിട്ടെടുക്കുക. നമ്മുടെ നെയ്യ് ഉരുകി വരുന്നുണ്ട്. ഇനി നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നട്ട്സ് കരിയാതെ ചെറുതീയിൽ വറുത്തെടുക്കാൻ നോക്കണേ. നട്ട്സ് ചുമന്ന കളറിൽ കിടന്ന് വെയിൽ കിടന്ന് മുരിഞ്ഞു വരുന്നുണ്ട്. നമുക്കിതിനെ ഒന്ന് കോരാം. ദാ കണ്ടോ, ഇത് ഈ പാനിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള റവ ചേർത്ത് ചെറുതീയിൽ വറുത്തെടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണേ. ഒരു ഇളം ചുവപ്പ് നിറം ആകുന്നവരെ വറുത്താൽ മതി. ഇനി നമുക്ക് റവയെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ദാ കണ്ടോ, റവ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് വെള്ളമാണ് ഞാൻ അളന്ന് വെച്ചിട്ടുള്ളത്. വെള്ളം തിളക്കട്ടെ. ചെറുതായിട്ട് കുമിളകളൊക്കെ വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളവും കളറും എല്ലാം കൂടി തെളിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച റവ കുറേശ്ശെയായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട കെട്ടാതെ ഇളക്കണേ. ചെറുതീയില് തുടരെ ഇളക്കി കട്ടി കെട്ടാതെ എടുക്കാം. ദാ നോക്കിക്കേ,
റവയുടെ നടുക്കായിട്ട് ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. റവ പാകമായി വന്നിട്ടുണ്ട്. അടി പിടിക്കാതെ ശ്രദ്ധിക്കണേ. ദാ റവ കട്ടിയായി വന്നു. കരിയാതെ നോക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കുക. ദേ കണ്ടോ, നമ്മൾ റവ വീണ്ടും പരുവത്തിലായി. പഞ്ചസാര കഴിഞ്ഞപ്പോ റവയും അയഞ്ഞു വന്നു. വീണ്ടും ഇളക്കി കട്ടിയാക്കുക. തുടരെ ഇളക്കണേ. അടി പിടിക്കാതെ നോക്കണം. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മധുര പലഹാരമാണ്. കണ്ട, തുടരെ ഇളക്കി കൊടുക്കണേ. വീണ്ടും റവ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. ദേ കണ്ടില്ലേ, നമ്മുടെ റവ വീണ്ടും അയഞ്ഞു വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഇളക്കി കട്ടിയാക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കിക്കോണേ. ഒരു മണമൊക്കെ വരുന്നുണ്ട്. നെയ്യുടെയും വറുത്ത റവയുടെയും നല്ല മണം അടിച്ചു തുടങ്ങി. നമുക്ക് രുചിക്ക് വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ 2 ഏലക്ക തരി ചേർത്ത് കൊടുക്കാം. വേണമെന്നില്ല, ഏലക്കയുടെ രുചി ഇഷ്ടമാണെങ്കിൽ മാത്രം. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണേ.
നമ്മളെ കേസരി റെഡി ആവുന്നുണ്ട്. ഇനിയും ഇതിലേക്ക് നേരെ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വളരെ എളുപ്പമാണ് കേസരി ഉണ്ടാക്കാൻ. വലിയവർക്കും ഞങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഇഷ്ടമായും കേസരി. നമ്മുടെ കേസരി റെഡിയായി വന്നിട്ടുണ്ട്. ദാ കണ്ടോ? ഇനി നമുക്ക് തീ അണച്ചു വെച്ച് വാങ്ങി വെക്കാം.